ഗുരു ഒരുപക്ഷെ മലയാളികളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യത്യാസങ്ങൾക്കിടയിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും എന്നതാണ്. വ്യത്യാസങ്ങളെ ശത്രുതകളാക്കേണ്ടതില്ല എന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സൂക്തത്തിന് ഒരു ബദൽ ഉണ്ടാക്കുന്നുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. സർവ്വതലങ്ങളിലേക്കും പടർന്ന ഒരു ലോകം ഗാന്ധിക്കുള്ളതുപോലെ മലയാളത്തെ സംബന്ധിച്ച് മലയാളിയുടെ എല്ലാ ജീവിതാവിഷ്കാരങ്ങളിലേക്കും, തത്വചിന്തയാകട്ടെ, കലാവിചാരമാകട്ടെ, നാടകമാകട്ടെ, കഥയാകട്ടെ, നോവലാകട്ടെ, ഏത് തരത്തിൽ മതമാകട്ടെ, ഭക്തിവിചാരമാകട്ടെ, അധ്യാത്മചിന്തയാകട്ടെ, ഗുരുവുണ്ട്. ഗുരു ഒരു സർവതല സ്പർശിയായ ഒരു മഹാസാന്നിധ്യമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി മലയാളിയുടെ ജീവിത പരിസരത്തുണ്ട്. അങ്ങനെ ഇരിക്കെ നിരന്തരമെന്നോണം ഗുരുവിനെക്കുറിച്ചുള്ള ചെറുതും വലുതുമായ ആലോചനകൾ വന്നുകൊണ്ടിരിക്കെ ഇനി ഞങ്ങൾ ചേർന്ന് എന്തിനാണ് ഗുരുവിനെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നത് എന്ന ഒരാലോചന വാസ്തവത്തിൽ ഞങ്ങൾക്കിടയിലുണ്ടാവുകയും അതിന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച തുടങ്ങാം എന്നാണ് കരുതുന്നത്. അതെന്താന്ന് വെച്ചാൽ ഷൗക്കത്തിൻ്റെ എൻ്റെയും ജീവിത വഴികൾ തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. നിത്യചൈതന്യതിയുടെ ആശ്രമത്തിൽ ഊട്ടിയിലെ ഫെൺ ഹില്ലിൽ അദ്ദേഹത്തിൻ്റെ അന്തേവാസിയായി തുടങ്ങി അധ്യാത്മവിചാരത്തിൻ്റെയും അല്ലെങ്കിൽ ആത്മീയമായ ആലോചനകളുടെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് ഗുരുവിൻ്റെ സൂക്ഷ്മാനുഭവ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് ഷൗക്കത്ത്. ഞാനാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഏർപ്പെട്ട് ഏതാണ്ട് സജീവമായൊരു രാഷ്ട്രീയ ജീവിതത്തിലൂടെ പിന്നെ അധ്യാപനത്തിലേക്കുമൊക്കെ വന്ന് ഇന്നും ആ ആശയധാരകൾ ഏറെക്കുറെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയിൽ ഞങ്ങളുടെ വഴികൾ തമ്മിൽ ധാരാളം അകലമുണ്ട്. ഞങ്ങളുടെ വഴികൾ തമ്മിൽ ധാരാളം അകലമുണ്ടെങ്കിലും ഗുരു ഞങ്ങളിലുണ്ടാക്കിയ ഏറ്റവും വലിയ സ്വാധീനമായി ഞങ്ങൾ കണ്ട ഒരു കാര്യം ഈ വ്യത്യാസങ്ങൾ ഞങ്ങളെ തമ്മിൽ അകറ്റുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ അത് ഗുരു മലയാളിയെ പഠിപ്പിക്കാൻ ശ്രമിച്ച, മലയാളികൾ പഠിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഏറ്റവും നേർത്ത വ്യത്യാസത്തെ പോലും പരമശത്രുതയാക്കാൻ വെമ്പി നിൽക്കുന്നൊരു സമൂഹത്തെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം വ്യത്യാസമാണ്, ഏകതയല്ല. നിങ്ങളൊരു മരത്തിലെ 100 ഇലകളെ നോക്കിയാൽ 100 തരായിരിക്കും. അത് സത്താപരമായി ഏകമായിരിക്കും, പക്ഷെ അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ അസ്തിത്വം, അതിൻ്റെ രൂപം ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യാസങ്ങളില്ലാതെ പ്രകൃതിക്ക് നിലനിൽക്കാൻ പറ്റില്ല. റെപ്പറ്റേഷൻ ആൻഡ് ഡിഫറൻസ് എന്ന പേരിൽ ഡെലൂസ് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ആവർത്തിക്കുന്ന പ്രധാന ഒരാശയം എന്താണെന്ന് വെച്ചാൽ ഈ ആവർത്തനങ്ങൾ പ്രകൃതിയിലുണ്ട്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ ഓരോ ദിവസവും വേറെ വേറെയാണ്. ഷേക്സ്പിയർ പഴയ വരികളിലൊരിടത്ത് പറയുന്നുണ്ട്, ആസ് ദ സൺ ഈസ് ഡെയിലി ന്യൂ ആൻഡ് ഓൾഡ്, സോ ആസ് മൈ ലവ് ടെല്ലിങ് യു വാട്ട് ഈസ് ടോൾഡ്. സൂര്യൻ എന്നും പുതിയതും പഴയതുമായിരിക്കുന്നത് പോലെയാണ് എൻ്റെ സ്നേഹവും. അത് നിന്നോട് പറഞ്ഞത് തന്നെ പറയുന്നു, പക്ഷെ പറഞ്ഞത് തന്നെ പറയുമ്പോഴും അത് പുതിയതാണ്. ആസ് ദ സൺ ഈസ് ഡെയിലി ന്യൂ ആൻഡ് ഓൾഡ് എന്നതുപോലെയാണ് പ്രകൃതി. അത് ആവർത്തിക്കുന്നുണ്ട്. 1000 കൊല്ലം മുമ്പ് വിരിഞ്ഞ ഒരു പൂവ് ഇന്നും വിരിയുന്നു, പക്ഷേ ആ 1000 കൊല്ലം മുമ്പ് വിരിഞ്ഞ പൂവിൻ്റെ അതേ ആവർത്തനമല്ല. ഇന്നലെ ഉദിച്ച സൂര്യൻ ഇന്നും ഉദിക്കുന്നു, ഇന്നലെ മാനത്ത് കണ്ട ചന്ദ്രനെ ഇന്നും കാണുന്നു, പക്ഷേ അനുഭൂതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, പ്രകാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യത്യാസം എന്നത് വളരെ പ്രധാനമാണ്. ഗുരു ഒരുപക്ഷെ മലയാളികളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യത്യാസങ്ങൾക്കിടയിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും എന്നതാണ്. വ്യത്യാസങ്ങളെ ശത്രുതകളാക്കേണ്ടതില്ല എന്നാണ്. അയ്യപ്പൻ മാഷ് ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയായിരുന്നു. അയ്യപ്പൻ മാഷാണ് ഗുരുവിൻ്റെ പല ആശയങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരാൾ. അദ്വൈതാശ്രമത്തിലെ സർവോദയ സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നെഴുതി വയ്ക്കാനായിട്ട് ഗുരു ഏൽപ്പിക്കുന്നത് അയ്യപ്പൻ മാഷെയാണ്. അയ്യപ്പൻ മാഷ് ഗുരുവിൻ്റെ അതിപ്രധാനമായ സൂക്തമുണ്ടല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സൂക്തത്തിന് ഒരു ബദൽ ഉണ്ടാക്കുന്നുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നാണത്. അങ്ങനെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നെഴുതിയിട്ട് അദ്ദേഹം അയ്യപ്പൻ മാഷ് ആദ്യം കാണിക്കുന്നത് ഗുരുവിനെയാണ്. ഗുരുവിനെ കാണിച്ചിട്ട് ചോദിച്ചു,
ഇങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു ഇതായാലും മതി എന്ന് പറഞ്ഞു. അതിൽ അവസാനം ഒരു വരി കൂടി ഉണ്ട് കേട്ടോ. വേണ്ടാന്ന് മാത്രമല്ല, വേണ്ടതിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം മനുഷ്യന്. അതായത് ദൈവദശക എഴുതിയതിന് പിന്നാലെ ഇപ്പം മഹർഷി സയൻസ് ദശക എഴുതി. സയൻസിനെ തൊഴുന്നു ഞാൻ എന്നാണ്. ദൈവമേ കാത്തുകൊള്ളുകെന്നാണല്ലോ. ഇപ്പം മഹർഷിക്ക് ദൈവമൊന്നുമില്ല, അതുകൊണ്ട് സയൻസിനെ തൊഴുന്നു. അപ്പോൾ ആരോ ഗുരുവിനോട് പറഞ്ഞു, സ്വാമിയുടെ ദൈവദശകത്തിനെതിരെയാണ് സയൻസ് ദശക അയ്യപ്പൻ മാഷ് എഴുതിയത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി എല്ലാവരും ദൈവദശകം വായിച്ചിട്ട് പിന്നാലെ സയൻസ് ദശകവും കൂടി വായിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ സയൻസ് ദശകം എഴുതിയത് കൊണ്ട് തൻ്റെ ദൈവദശകത്തിൻ്റെ ശത്രുപക്ഷത്താണത് എന്ന് ഗുരു കരുതിയിട്ടില്ല. വാഗ്ഭടാനന്ദൻ ഗുരുവിനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, ഈ വിഗ്രഹപ്രതിഷ്ഠ ശരിയല്ല, അതെല്ലാം കല്ലാണ്, അതൊന്നും പ്രതിഷ്ഠിച്ചുകൂടാ എന്ന് വാദിച്ചതിന് ശേഷം പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നാമും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഗുരുവാണ് പ്രതിഷ്ഠിച്ചത്, പ്രതിഷ്ഠ തെറ്റാണെന്നാണ് വാഗ്ഭടാനന്ദൻ പറഞ്ഞത്. നാമും യോജിക്കുന്നില്ല. അപ്പോൾ വാഗ്ഭടാനന്ദൻ ചോദിച്ചു, പിന്നെ എന്തിനിത് ചെയ്യുന്നു? അപ്പോൾ ഗുരു പറഞ്ഞത്, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. ഒരു പക്ഷേ ഗുരുവിൻ്റെ ദർശനത്തിൽ ഏറ്റവും കാതലായ ഒരാശയമായിട്ട് എനിക്ക് തോന്നിയൊരു വാക്യമാണത്. നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വിടാൻ പറ്റുമോ? നോക്കൂ, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്തിനെയാണ്? പണമല്ല, അധികാരമല്ല, പദവിയല്ല, സെൽഫാണ്. ഞാനെന്ന ഈ ബോധമുണ്ടല്ലോ, എന്നെക്കുറിച്ചുള്ള എൻ്റെ അഭിമാനം ഉണ്ടല്ലോ, എന്നെക്കുറിച്ചുള്ള എൻ്റെ മഹിമാസങ്കല്പം ഉണ്ടല്ലോ, അതിനെ വിടലാണ് ഒരുപക്ഷെ അപരത്തിനു വേണ്ടിയുള്ള ആത്മനിരാസത്തിൻ്റെ പരമാവധി. ആ പരമാവധിയിലെത്തിയ ഒരാളായിരുന്നു ഗുരു. അതാണ് ആത്മോപദേശതകത്തിൻ്റെ കാതൽ. ഇതൊക്കെ സാന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ. പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ എന്ന് പറയും. അവർക്ക് വേണ്ടി അവനവനെ വിട്ടുകളയാം.